അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഇന്നലെ 5 ഗ്യാരണ്ടി രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികളിൽ ശക്തിയുക്തം വിമർശനവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇടത് മന്ത്രിമാരാണ്. മന്ത്രിമാരുടെ ഇന്നത്തെ പ്രതികരണം കണ്ടല്ലോ. നടപ്പാക്കാത്ത പ്രഖ്യാപനങ്ങൾ എന്നുള്ളതാണ്. അതിൽ KSRTCയുമായി ബന്ധപ്പെട്ട് KSRTC മന്ത്രി പറഞ്ഞതും കേട്ടു. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞാൽ KSRTC അടച്ചുപൂട്ടുന്ന നഷ്ടത്തിലേക്ക് നയിക്കുന്ന ഒരു വലിയ തീരുമാനമായിരിക്കും. ഇതൊക്കെ എങ്ങനെയാണ് പ്രഖ്യാപിക്കുക എന്നുള്ള ചോദ്യമാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമായല്ലോ. ആ പ്രഖ്യാപനത്തോടുകൂടി ഒരു മന്ത്രിപ്പട വഴിയിലിറങ്ങി ഇതൊന്നും നടക്കില്ല, ഇതൊന്നും നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് വിരളി പിടിച്ചിരിക്കുന്ന അവസ്ഥ കണ്ടല്ലോ. അവർ തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും ഒക്കെ ഒന്ന് കണ്ണോടിച്ചാൽ അതൊക്കെ നടപ്പിലാക്കാൻ കഴിയുന്ന നിസ്സാരമായ കാര്യങ്ങളേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ കഴിയും. തമിഴ്നാട്ടിൽ തന്നെ പ്രതിവർഷം 3000 കോടി രൂപ സൗജന്യമായി സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ മാറ്റിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കർണാടകയിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തുകയും അത് നടപ്പിലാക്കി വിജയിക്കുകയും ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഈ പ്രഖ്യാപനത്തിൻ്റെ ശേഷമുള്ള നടപടികൾ അറിയണമെങ്കിൽ വഴിയിലൊന്ന് ഇറങ്ങണം. എത്ര ആളുകൾ ജോലിക്ക് പോകുന്നവർ, വളരെ ചെറിയ വരുമാനത്തിൽ ജോലി ചെയ്യുന്നവർ, ഓരോ സ്ഥാപനങ്ങളുടെയും ഇടം ഞാൻ പറയേണ്ടതില്ലല്ലോ. എല്ലാ ദിവസവും ബസ്സിനെ ആശ്രയിക്കുന്ന സ്ത്രീ സമൂഹം, അതിന് എണ്ണമെടുത്താൽ വളരെ വലുതാണ്. നമ്മുടെ കേരളത്തിലെ ജനസംഖ്യയിൽ പകുതിയോളം വരുന്ന സാഹചര്യമാണ്. അങ്ങനൊരിടത്തേക്ക് അവർക്ക് പ്രതിദിനം ഏറ്റവും കുറഞ്ഞത് 50 രൂപയെങ്കിലും ലാഭിക്കാൻ കഴിയുന്ന തരത്തിൽ സ്ത്രീ സമൂഹത്തിന് ഗുണപരമാകുന്ന തരത്തിലെടുത്തിട്ടുള്ള തീരുമാനത്തെ ആരോട് ആശയവിനിമയം നടത്തിയാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് വലിയ ചടുലമായ ഒരു പോസിറ്റീവ് എനർജി സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ 5 സ്റ്റാർ ഗിഫ്റ്റ് അല്ലെങ്കിൽ പഞ്ചനക്ഷത്ര ഗിഫ്റ്റ് എന്ന് പറയാവുന്ന നിലയിലാണ് ഞങ്ങൾ 5 ഗ്യാരണ്ടികൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ജനങ്ങൾ ജയിക്കും, UDF നയിക്കും, അതാണ്. അപ്പോൾ അതിന് ഗുണകരമാകുന്ന തരത്തിലാണ് തീരുമാനം വന്നിട്ടുള്ളത്. അത് ഇൻഷുറൻസ് പദ്ധതി രാജസ്ഥാനിൽ ഞങ്ങൾ നടത്തിയതാണ്. വിവിധ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധ പാക്കേജുകളായി തന്നെ 25 ലക്ഷത്തോളം രൂപ വിവിധ സ്കീമുകളായി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ആ നിലയിലൊക്കെ വളരെ സ്തുത്യർഹമായ ഒരു പ്രഖ്യാപനമാണ് നടത്തിയത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഇനി UPA സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഭക്ഷ്യസുരക്ഷാ നിയമം ഞങ്ങൾ പ്രഖ്യാപിച്ചതല്ലേ, നടപ്പിലാക്കിയില്ലേ? ഞങ്ങൾ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയില്ലേ? അത് ഇന്ത്യയിലെ സാധാരണ കുടുംബങ്ങളുടെ ജീവിത നിലവാര ക്രമങ്ങളിൽ ഉണ്ടാക്കിയ ഒരു മുന്നോട്ട് പോക്ക്, കുടുംബങ്ങളുടെ സുസ്ഥിരതയ്ക്ക് ശക്തി പകർന്ന മുന്നോട്ട് പോക്കിനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ? നമ്മൾ റൈറ്റ് ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ടെടുത്തിട്ടുള്ള നടപടിക്രമങ്ങൾ, വിദ്യാഭ്യാസം അവകാശമാക്കി മാറ്റുന്നതുമായി ബന്ധപ്പെട്ടെടുത്തിട്ടുള്ള നടപടിക്രമങ്ങൾ തലത്തിലെടുത്താലും സംസ്ഥാന തലത്തിലെടുത്താലും ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളതൊക്കെ നടപ്പിലാക്കി തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം UDFനും കോൺഗ്രസിനും കേരളത്തിലും പുതുജീവൻ പകരുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒരു സ്ലോഗൻ മുന്നോട്ട് വയ്ക്കുന്നത്: ജനങ്ങൾ ജയിക്കും, UDF നയിക്കും. ഒരു സംശയം വേണ്ട. വിരളി പിടിച്ച് ഏതെങ്കിലും മന്ത്രിമാർ പറയുന്നതിനൊന്നും ഞങ്ങളിപ്പം മറുപടി പറയണ്ട. അതൊക്കെ ജനം മറുപടി പറഞ്ഞിരിക്കും, അതവർക്ക് ബോധ്യപ്പെടും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.